ഡോക്ടറെ, എൻ്റെ വിട്ടുമാറാത്ത വായ്പുണ്ണിന്റെ കാരണം എന്താണ്? എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇതിങ്ങനെ വിട്ടുമാറാണ്ട് നിൽക്കുന്നു? എപ്പോഴും വായ്പുണ്ണാണ്, വായ്പുണ്ണിന്റെ ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, വായ്പുണ്ണിന്റെ കാരണം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ചെയ്തിരിക്കേണ്ട ബ്ലഡ് ടെസ്റ്റ് CBC വിത്ത് ESR ആണ്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ബ്ലഡ് റുട്ടീൻ എന്നൊക്കെ പറയും. ESR കൂടി അതിൻ്റെ ഒപ്പം ചെയ്യണം. എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വായ്പുണ്ണ്, ആ ഭാഗത്തുണ്ടായ നീർക്കെട്ട് എത്രത്തോളം ഉണ്ട്, അത് ഇനി എന്തെങ്കിലും ക്യാൻസറസ് ടെൻഡൻസി ഉള്ളതാണോ എന്ന് പ്രാഥമികമായി നമുക്കറിയാൻ നമ്മളെ സഹായിക്കും. CBCയിൽ ചില രക്താണുക്കളുടെ അളവ് ഒരു പരിധി വിട്ട് കൂടുതലാണെങ്കിൽ നമ്മൾ ഇതുപോലെ ബയോപ്സിക്കൊക്കെ പൊതുവെ സെൻഡ് ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് നോക്കുന്നത് കുറച്ച് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ B12, അയൺ, ഫോളേറ്റ്. ഇത് 3 വൈറ്റമിൻസ് കുറഞ്ഞാലും നമുക്ക് ഇതുപോലെ വിട്ട് മാറാത്ത വായ്പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ ഒരു 30 വയസ്സിൽ താഴെയുള്ള കൗമാരക്കാരിലും ഇതുപോലെ വിട്ടുമാറാത്ത വായ്പുണ്ണ് വരുന്ന പല കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ക്രോൺസ് ഡിസീസ് ആണ്. അത് മിക്കവാറും ഒരു 10 വയസ്സിനുള്ളിൽ തന്നെയൊക്കെ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ്, പ്രത്യേകിച്ച് ആ രോഗം തുടങ്ങാറുണ്ട്. അത് ചിലപ്പോൾ വിട്ടുമാറാത്ത വായ്പുണ്ണായിട്ടായിരിക്കും ഇതുപോലെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്രോൺസ് ഡിസീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ മലപരിശോധനയാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഫീക്കൽ കാൽ പ്രോട്ടീൻ ടെസ്റ്റ് ആണ് അതിനുവേണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ സീലിയാക് ഡിസീസ് എന്നൊരു രോഗമുണ്ടെങ്കിലും ഇതുപോലെ വിട്ടുമാറാത്ത വായ്പുണ്ണുണ്ടാകാം. വളരെ വിരളമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഗ്ലൂട്ടീൻ ആന്റിബോഡി ടെസ്റ്റ് ആണ് അതിനുവേണ്ടി ചെയ്യുന്നത്. നമ്മുടെ ഗ്ലൂട്ടീൻ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനോട് ശരീരം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു അലർജിനെ ഉള്ള ഒരു ഡിസീസിന്റെ പേരാണ് ഈ പറയുന്ന സീലിയാക് ഡിസീസ്. അതുണ്ടെങ്കിലും വിട്ടുമാറാത്ത വായ്പുണ്ണ് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടിൻ ആന്റിബോഡി ടെസ്റ്റും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഗോതമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടെ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലെ ലക്ഷണങ്ങൾ വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഈ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും വായ്പുണ്ണ് അനുഭവിക്കുന്ന എല്ലാവരും പോയി ചെയ്യണം എന്നല്ല പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് ഡോക്ടറോട് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, എത്ര കാലമായി, അതിൻ്റെ സിവിയറിറ്റി എന്തോരമുണ്ട്, ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യിക്കേണ്ടത് എന്ന് നമ്മളൊരു അനുമാനത്തിലെത്തുന്നത്.